ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സുയിത്രേ, സുയിത്രേ, സുയിത്ര, സുയിത്രേ, സുയിത്രേ. വരുന്നു. കരുണാകരക്കുറുപ്പിന് വീണ്ടും വിചാരമുണ്ടായപ്പോ ഈ കൂട്ടുകുടുംബത്തിന്റെ സ്ഥിതി ആകെ അങ്ങോട്ട് മാറി. മനോജും ഹരിതയും അവരുടെ വഴിക്കായി. അമ്മയ്ക്കിപ്പോ അവിടെ സുഖായി. വന്ദന ദിയമോൾക്കൊപ്പം ജഗന്റെ വീട്ടിലേക്കും ചേക്കേറി. വർഷം നഷ്ടപ്പെട്ടതോടെ വിക്രമിന്റെ വരവും ഇനിയില്ല. വീടാകെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അല്ല സുമിത്രേ? മനോജിന്റെ വീട്ടില് അമ്മയുടെ അവസ്ഥ എന്താണെന്നറിയില്ല. അമ്മയുടെയോ മനോജിന്റെ വിളിവെല്ലും വന്നോ? വന്നിട്ടില്ല. നീ അങ്ങോട്ട് വിളിച്ചില്ലേ? ഇല്ല. മനോജിന്റെ വീട്ടുകാരോട് ഹരിതയ്ക്ക് ഇപ്പോഴും പകയും വിദ്വേഷമൊക്കെ ഉണ്ട്. ഹരിതയുടെ മരുമകൾ ഭരണം അമ്മയ്ക്ക് താങ്ങാനാവോന്ന് എന്റെ സംശയം. ഈ സംശയം ഉണ്ടാകേണ്ട സമയത്തുണ്ടായില്ലല്ലോ. മനോജിനൊപ്പം അമ്മയെ കൂടി പറഞ്ഞു വിടാനുള്ള സാഹചര്യം പ്രകാശേട്ടനല്ലേ ഉണ്ടാക്കിയത്? മനുഷ്യന് പെറ്റമ്മ കഴിഞ്ഞേ ഉള്ളൂ. ആരും എന്തും. അതിപ്പോ ഭാര്യയാണെങ്കിൽ കൂടി. അച്ഛനുമായി പെരിയരുതെന്ന് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും പ്രകാശേട്ടന്റെ മനസ്സലിഞ്ഞില്ലല്ലോ. പിന്നെന്തിനാ ഇപ്പൊ അമ്മയെക്കുറിച്ച് ഓർത്തൊരു ഉത്കണ്ഠ? നിന്റെ ധാർമ്മിക രോഷം ഇനിയും തീർന്നില്ലേ? എങ്ങനെ തീരാനാ? പണക്കാരി അല്ലെങ്കിലും ഞാനൊരു അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവളാ. ഭർത്താവിന്റെ വീട്ടിൽ ഐക്യവും കെട്ടുറപ്പും നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവള്. അതെല്ലാം തകർന്നില്ലേ? തകർത്തില്ലേ? ഈ വീട്ടിലും അടുക്കളയിലും എല്ലായിടത്തും അമ്മയില്ലാത്തതിന്റെ കുറവ് എനിക്കേ മനസ്സിലാവൂ. എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് ചൊല്ലും വിളിയുമായി നടന്നിരുന്ന അച്ഛൻ ഇന്ന് ജീവച്ചവോ? ആ കുറവ് നന്നായിട്ട് അറിയാവുന്നവളാ ഞാൻ. സമ്മതിക്കുന്നു. കുടുംബത്തിലെ എല്ലാവർക്കും പ്രയോജനകരമാവുന്ന ഒരു മാറ്റമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. അപ്പോ ചില കുറവുകളും അപാകതകളൊക്കെ ഉണ്ടാവും. അച്ഛനും അമ്മയും രണ്ടു വഴിക്കായതും അതിന്റെ ഭാഗമാണെന്ന് നീ മനസ്സിലാക്കണം. എല്ലാ കുറവുകളും കാലം നികത്തുമെന്ന് നമുക്ക് സമാധാനിക്കാം. അമ്മയില്ലാത്തൊരു കുറവും അച്ഛന് ഫീൽ ചെയ്യരുത്. അച്ഛന് കൃത്യസമയത്ത് ആഹാരം കൊടുക്കാനുള്ള കാര്യങ്ങള് നീ ചെയ്യണം. അല്ല, അച്ഛന്റെ ഒച്ചയും ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ. എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റു. എന്നിട്ട് എവിടെ? അച്ഛൻ രാവിലെ തന്നെ അമ്മയെ കാണാൻ മനോജിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. പ്രകാശേട്ടൻ ഉണ്ടായതുപോലെ അമ്മയ്ക്ക് എന്തോ പ്രയാസം ഉണ്ടെന്നുള്ള തോന്നല് അച്ഛനും ഉണ്ടായി. അതുകൊണ്ട് മിക്കവാറും അച്ഛൻ അമ്മയെ ഇന്ന് തന്നെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അമ്മയെ തിരിച്ചു കൊണ്ടുവരാനോ? അത് ശരിയാവില്ലല്ലോ. ആ തിരിച്ചു വരവ് തടയുക തന്നെ വേണം. മാനത്തെ കൊട്ട